ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇന്ന് എന്തൊക്കെ കറി വെച്ചെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കടല വേവിക്കാനായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് വെള്ളം കുടിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വെപ്രാളപ്പെട്ടിട്ടാണ് പിന്നെ വെള്ളം കുടിച്ചത് തന്നെ. അങ്ങനെ ആദ്യം കടല കഴുകിയിട്ട് അത് ഇന്നലെ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ് കടല. എന്നാലേ വേഗത്തുള്ളൂ. അത്യാവശ്യം നല്ല വെന്ത് വേണം. ചേട്ടനായിരുന്നാലും അത്യാവശ്യം നല്ല കുഴഞ്ഞിരിക്കുന്ന കടലയാണ് ഇഷ്ടം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചതായിരുന്നു. പിന്നെ മറന്നിട്ട് അത് ഓണാക്കിയിട്ട് വീണ്ടും ഞാൻ വെള്ളവും പിന്നെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. പിന്നെ രാവിലെ തന്നെ ആദ്യം ചായ ഇടുന്നത് ഇന്ന് കണ്ടില്ലേ, എല്ലാം ക്രമം തെറ്റിയിട്ടായിരുന്നു ഇന്നെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചായ ഇടാനുള്ളത് മറന്നു പോയിട്ട് പിന്നെ കടല വെച്ചതിന് ശേഷമാണ് ചായ ഇട്ടിട്ട് ഞാൻ നേരെ കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവെക്കും. അപ്പോൾ ചേട്ടന് മാത്രമേ ഞാൻ ചായ ഇടാറുള്ളൂ. അപ്പം ചായ നല്ല കടുപ്പത്തിൽ വേണം. അപ്പോൾ കുറച്ച് തേയില ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് കടുപ്പം വരുന്നതിൻ്റെ അവിടെ വരെ എന്നിട്ട് കൊണ്ട് ഫാനിൻ്റെ അവിടെ വെക്കും. അപ്പോൾ ചേട്ടന് പോകാൻ സമയമാകുമ്പം ചേട്ടൻ കുടിച്ചിട്ട് പോകും. പിന്നെ ഞങ്ങൾ കടല ഒരു 4-5 ഫിസിലൊക്കെ വേണം. അത്രയും വേവ് വേണം ഞാൻ വേവിക്കുന്ന കടലയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് എപ്പോഴും മസ്റ്റാണ് കേട്ടോ കരിവേപ്പില. തിരുവനന്തപുരംകാരുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കരിവേപ്പില. എപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മ തന്നെ പറയും എപ്പോഴും കരിവേപ്പില നീ എല്ലാ കറിയിലും ഇടണമെന്ന്. ഞാനത് ഇപ്പോഴാണ് ആ ഒരു ട്രിക്ക് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എല്ലാം ഇട്ടിട്ട് ഒരു കൂട്ടൊരു കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ, അധികം ചാറൊന്നും ഇല്ലാതെ. അപ്പോൾ ഇന്ന് ഒഴിച്ചുകറിയായിട്ട് വേറെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ചേട്ടനൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്തേക്കാന്ന് വെച്ചാൽ മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ തക്കാളി ഞാൻ ലാസ്റ്റായിട്ട് ഇട്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ ഇടുന്നത്. തക്കാളി ലാസ്റ്റ് ആകുമ്പോൾ ടേസ്റ്റ് ആണ് ചേട്ടൻ എപ്പോഴും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ച്. പിന്നെ ഈ ഒരു കടല കണ്ടില്ലേ, ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ആ കടലയുടെ സൈഡിലെല്ലാം ഹോളുകളായിരുന്നു. അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കഴിക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഏറെ ഉണ്ട്, നല്ലതും അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഒരുപാടും ചീത്തയായതും കേടായതൊക്കെ ആയിരുന്നു. ഇതുപോലെ എല്ലാത്തിനകത്തും ചെറിയ ചെറിയ ഹോളിനകത്ത് എല്ലാം വണ്ടുകൾ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് വെച്ച് തല്ലിയിട്ട് അപ്പുറത്തെ സൈഡ് എടുത്തിട്ട് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഹോളിനകത്തൊക്കെ വണ്ടാണ്, ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ എടുത്തിട്ടപ്പം അത് പോയതാണ്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അതെന്തെങ്കിലും ചെയ്യും. പിന്നെ ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ഇത് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചില്ലി മിക്സ് ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുട്ടയിലോട്ട് മിക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.